എല്ലാവർക്കും ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി നമ്മൾ ഇസാക്കിൻ്റെ അപ്ഡേറ്റ് അറിയാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. വലിയ മേജറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായില്ല ഇപ്പോൾ ഒരു ട്രാൻസ്ഫറിൽ. നമ്മൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് ഫെബ്രിസിയോ റൊമാനോ, ഒരു ഓൺസ്റ്റെയിൻ, ഇൻഡിക്കൈല, ക്രേഗ് ഹോപ്പ് എന്നപോലുള്ള ന്യൂസ് ചാനലുകളും അത്ലറ്റിക് അതുപോലെ ന്യൂസ് ചാനലൊക്കെയാണ്. അപ്പം അതിൽ വരുന്നത് എന്താണോ അതാണ് നമ്മൾക്ക് അറിയാനായിരുന്നു. നമ്മൾ സാധാരണ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ഒന്നും ഇതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അതിൽ വരുന്ന ന്യൂസുകൾ മാത്രം ഇങ്ങനെ നോക്കുക എന്നല്ലാതെ. അപ്പോൾ ഇതുവരെ കുറച്ച് ദിവസമായിട്ട് എന്താ പറയണ്ടത്, അതൊരു ഇസാക്കിൻ്റെ ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു സാഗ ഇങ്ങനെ കുറച്ച് അടങ്ങിയിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രീമിയർ ലീഗ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എല്ലാവരും പ്രീമിയർ ലീഗും ആ ലീഗിലെ മത്സരങ്ങളും റിസൾട്ടും പെർഫോമൻസും ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ ഇസാക്കിൻ്റെ പുതിയ ബോംബ് വന്നത്. ഇതുവരെ ഇത്രയും കാലമായിട്ടും ഇസാക്കും അതുകൂടാതെ ന്യൂകാസിലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്തൊക്കെ കണ്ടതെല്ലാം പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടിയുടെ ന്യൂസും റൂമേഴ്സൊക്കെ ആയിരുന്നു. അതൊക്കെയായിരുന്നു നമ്മൾ കണ്ടതും കേട്ടതും വിശ്വസിച്ചതൊക്കെ. പക്ഷേ കുറേ കാലത്തിന് ശേഷം, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഇസാക്കും പുള്ളിക്കാരൻ്റെ ഭാഗം തുറന്നു പറഞ്ഞു. അതുകൂടാതെ ന്യൂകാസിൽ യുണൈറ്റഡും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ ടീം ഓഫ് ദ ഇയർ അവാർഡ് ദാന ചടങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം എല്ലാ പ്ലെയേഴ്സും പങ്കെടുക്കുന്നതാണ്. അവാർഡ് കിട്ടിയവരും അതുകൂടാതെ ടീമിൽ ഉൾപ്പെട്ടവരും എല്ലാം ലിവർപൂളിൻ്റെ ടീമിൽ നിന്ന് 5 പേരാണുള്ളത്. ഇസാക്ക് ടീമിലുണ്ടായിരുന്നു ടീം ഓഫ് ദ ഇയറിൽ. പക്ഷേ ഇസാക്ക് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തില്ല. അതിനുശേഷം ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇസാക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ഇസാക്കിൻ്റെ ആ സ്റ്റോറി ഞാൻ സൈഡിലിട്ടരാം. അതുകൂടാതെ അതിൻ്റെ ഒരു മലയാള പരിഭാഷ എന്നുള്ള രീതിയിൽ വേറൊന്നും ഞാൻ സൈഡിലിട്ടരാം. നിങ്ങൾ സ്ക്രീനൊന്ന് പോസ് ചെയ്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. ഞാനതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഇസാക്ക് പറഞ്ഞാൽ ഞാൻ 24-25 വർഷത്തെ പ്രീമിയർ ലീഗ് ടീം ഓഫ് ദ സീസണിൽ ഇടം നേടാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷവാനാണ്. ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കും ക്ലബിനും നന്ദി അറിയിക്കുന്നു. എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ പങ്കെടുത്തില്ല. ഈ രാത്രി വന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തില്ല. എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ അവിടെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. മറ്റുള്ളവർ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ കാലം നിശബ്ദനായിരുന്നു. ആ നിശബ്ദത വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ എന്താണ് തീരുമാനിച്ചതെന്നും അറിയാമെങ്കിലും അവരുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ മറ്റുള്ളവരെ അനുവദിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരനും ബേസിക്കലി അറിയാം എന്താണ് ന്യൂകാസിൽ യുണൈറ്റഡും ഇസാക്കും തമ്മിൽ, അവരുടെ ഏജൻറ്റും തമ്മിൽ എന്താണ് സംസാരിച്ചത്, ആ മീറ്റിങ്ങിൽ എന്താണ് നടന്നത്, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ പുറത്തിരിക്കുന്ന കാണികൾ കൂടുതൽ കേൾക്കുന്നത് അറിയുന്നതൊക്കെ ഈ തേർഡ് പാർട്ടി ന്യൂസാണ്. അപ്പോൾ ഇവരും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെല്ലാവരും ഏജൻറ്റുമാരും പ്ലെയേഴ്സ് ആയാലും പുറത്തിലെ ന്യൂസ് ചാനലുകൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് റൂമേഴ്സൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രചരിപ്പിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെന്നും ക്ലബിന് എൻ്റെ നിലപാട് വളരെ കാലമായി അറിയാമെന്നതുമാണ് യാഥാർത്ഥ്യം. അത് എനിക്കൊന്ന് ഏതൊരു ന്യൂസിൽ കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ ഇസാക്ക് ന്യൂകാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറൊരു ക്ലബിലേക്ക് പോകണം, ബിഗ്ഗർ ക്ലബിലേക്ക് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സീസൺ അവസാനിക്കുന്നതിന് മുന്നേ. പക്ഷേ ന്യൂകാസിൽ അത് ഒരു മുഖവിലേക്ക് കണക്കിലെടുത്തില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ട്രാൻസ്ഫർ സീസൺ തുടങ്ങിയ സമയത്ത് ന്യൂകാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടും, ബന്ധം തുടരാൻ കഴിയില്ല. ദാറ്റ് ഈസ് വെർ തിങ്സ് ആർ ഫോർ മീ റൈറ്റ് നൗ. അപ്പം പുള്ളിക്കാരനെ അവിടുത്തെ ഒരുപക്ഷെ ന്യൂകാസിൽ യുണൈറ്റഡ് പുള്ളിക്കാരനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും, ഓക്കെ സീസൺ അവസാനത്തോടു കൂടി വേറെ ക്ലബിലേക്ക് പോകാൻ സാധിക്കും, നിങ്ങൾ നോക്കും, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതൊന്നും നടന്നു കഴിഞ്ഞില്ല. അപ്പം ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇവിടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചേഞ്ച് ഇസാക്കിന് മാത്രമല്ല അതെല്ലാവർക്കും, ഇൻക്ലൂഡിങ് ക്ലബും ഫാൻസിനും എല്ലാവർക്കും ആ ഒരു ചേഞ്ച് നല്ലതാണ്. അതായത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് എവറി വൺ, നോട്ട് ജസ്റ്റ് മൈസെൽഫ്. അതാണ് ഇസാക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അതിനുശേഷം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം ന്യൂകാസിൽ ന്യൂകാസിലിൻ്റെ സോഷ്യൽ മീഡിയയിൽ അവരെ
പ്ലാറ്റ്ഫോമിൽ ന്യൂകാസിൽ അതിനൊരു റിപ്ലൈ കണക്കാണ് ബേസിക്കലി. അത് ഞാൻ സൈഡിൽ ഇട്ടുതരാം, പക്ഷേ അതിൻ്റെ മലയാളത്തിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. പുതിയ അപ്ഡേറ്റുകൾക്കായി ഞങ്ങൾ അലക്സാണ്ടർ ഇസാക്കിൻ്റെ ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റിനെ പറ്റി അറിയാൻ കഴിഞ്ഞു. അതിൽ നിരാശരാണ്. ഞങ്ങളുടെ മികച്ച കളിക്കാരെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷേ കളിക്കാർക്ക് അവരുടെ സ്വന്തം ഇഷ്ടങ്ങളുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അലക്സിനോടും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോടും വിശദീകരിച്ചതുപോലെ ന്യൂകാസിൽ യുണൈറ്റഡ് ടീം, ഞങ്ങളുടെ ആരാധകർ എന്നിവരുടെ താല്പര്യങ്ങൾ ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളിലും പരിഗണിക്കേണ്ടതുണ്ട്. ഈ വേനൽക്കാലത്ത് ഒരു വിൽപ്പനയുടെ നിബന്ധനകൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു അഭിമാനകരമായ ഫുട്ബോൾ ക്ലബ്ബാണ്. ഇതിന് അഭിമാനകരമായ പാരമ്പര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബബോധം നിലനിർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അലക്സ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി തുടരുന്നു. അവൻ തൻ്റെ ടീം അംഗങ്ങളോടൊപ്പം ചേരാൻ തയ്യാറാകുമ്പോൾ അവനെ തിരികെ സ്വാഗതം ചെയ്യും. ഇതാണ് ന്യൂകാസിലിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും ന്യൂകാസിലിന് ബേസിക്കലി എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇസാക്കിനെ സെല്ല് ചെയ്യാൻ. അതുമല്ല, ആ ഒരു ട്രാൻസ്ഫർ നിബന്ധനകൾ ഇതുവരെ നടന്നില്ല, മീറ്റ് ചെയ്തില്ല. അത് ബേസിക്കലി പറഞ്ഞാൽ 150 മില്യണിൽ ന്യൂകാസിൽ ഉറച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു 150 മില്യൺ ഇതുവരെ മീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഇനി മീറ്റ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം നമുക്കറിയാം ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കല്ലേ, ഇന്ന് 20 ഇനി ഒരു 10 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ എന്തായിട്ടും ലിവർപൂൾ 150 മില്യൺ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിബന്ധനകൾ പാലിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ന്യൂകാസിലിൻ്റെ ഭാഗത്തു നിന്ന് ന്യൂകാസിൽ പറയുന്നത് ഓൾറെഡി ലിവർപൂൾ 150 മില്യനായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം ഇസാക്കിൻ്റെ സെയിൽ നടക്കാനും സാധ്യതയില്ല. അപ്പോൾ എപ്പോഴാണ് പുള്ളിക്കാരന് ആ ഒരു മനംമാറ്റം വന്ന് ഓക്കെ എനിക്ക് ഇനിയിപ്പോൾ അത് ട്രെയിൻ ചെയ്യണം, ന്യൂകാസിൽ കളിക്കണം, ഈ സീസൺ കളിക്കണം എന്നൊക്കെ തോന്നുന്നു, ആ ഒരു മനംമാറ്റം വന്നു കഴിഞ്ഞാൽ എപ്പോഴും സ്വാഗതമാണ് ന്യൂകാസിൽ ടീമിലേക്ക് വരാൻ. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ന്യൂകാസിലിൻ്റെ കളി കണ്ടിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയോട് കളിച്ചപ്പോൾ ആസ്റ്റൺ വില്ല 65-ാമത്തെ മിനിറ്റിൽ കോൺസക്ക് റെഡ് കാർഡ് ഇട്ടിട്ട് പുറത്തുപോയി. പിന്നെ 30 മിനിറ്റോളം 10 പേരുമായിട്ടാണ് ആസ്റ്റൺ വില്ല കളിച്ചത്. എന്നിട്ടും ന്യൂകാസിലിന് ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. ആന്റണി ഗോർഡനായിരുന്നു സ്ട്രൈക്കർ കളിച്ചത്. അപ്പോൾ ആ ഒരു മത്സരത്തിലൂടെ ന്യൂകാസിലിൻ്റെ ഫാൻസിനായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇസാക്ക് എത്രത്തോളം ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ്. ബേസിക്കലി പറഞ്ഞാൽ ഇസാക്കാണ് ന്യൂകാസിലിൻ്റെ ടോപ്പ് പ്ലെയർ. അപ്പം ഇസാക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ആ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവർ 1-2 ഗോൾ ഇസാക്ക് അടിച്ച് കയറ്റിയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിലൂടെ ന്യൂകാസിലിനായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇസാക്കിൻ്റെ വാല്യൂ എന്ന്. ഇനി ഇസാക്ക് തീരുമാനിച്ചാൽ ഓക്കെ, ഇനിയിപ്പോൾ ലിവർപൂളുമായിട്ടാണ് അടുത്ത മത്സരം. ആ ഒരു ആസ്റ്റൺ വില്ലയായിട്ടുള്ള മത്സരത്തിന് ശേഷം ആന്റണി ഗോർഡൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അടുത്ത മത്സരം ലിവർപൂളായിട്ടാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ മനോഭാവം എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെല്ലാവരും പമ്പ്ഡ് ആയിട്ടല്ലേ ആ മത്സരത്തിന് വേണ്ടി. അതും സെൻറ്റ് ജെയിംസസ് പാർക്കിലാണ്. അവന്മാരെ മിഡ്ഫീൽഡ് ടൊണാലി, ജോലിൻഡൻ, ബ്രുണോജി എല്ലാവരും കൂടിയിട്ട് എല്ലാം നല്ല എന്താ പറയണ്ട, നല്ല മല്ലന്മാർ. ഭയങ്കര ഫിസിക്കലായിട്ട് കളിക്കുന്ന ടീമാണ്. അവന്മാർ ഈ ഒരു ദേഷ്യവും ഇസാക്കിൻ്റെ ആ ഒരു സാഗയും ലിവർപൂളുമായിട്ടുള്ള ദേഷ്യവും എല്ലാം കൂടിയിട്ട് മത്സരത്തിൽ ആ ഒരു മൈതാന മധ്യത്തിൽ നമ്മളെ ഒരു സൈസില്ലാത്ത വേർഡ്സിനോടും ഇവരോടെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചവിട്ടി തീർക്കോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനുണ്ട്. എല്ലാം പറയാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിക്കാൻ നോക്കുമല്ലോ. അപ്പം ഇനി വരുന്ന ഒരു മത്സരം, അടുത്ത മത്സരത്തിൽ ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ അറ്റ് സെൻറ്റ് ജെയിംസസ് പാർക്ക്. അതെന്തായാലും ഒരു തീപ്പാറുന്ന പോരാട്ടമായിരിക്കും. അപ്പോൾ രണ്ട് ടീമിൻ്റെയും ഭാഗത്തു നിന്നുള്ളൊരു കിടിലം പെർഫോമൻസ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ന്യൂകാസിലിൻ്റെ ഭാഗത്തു നല്ല അഗ്രസീവായിട്ടുള്ള ഒരു കളി കാണാൻ സാധിക്കും. ആർക്കും പരിക്ക് പറ്റാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ, ഒരു പ്രാർത്ഥനയുള്ളൂ. ഏവന്മാരാരെയും ചവിട്ടി കാലിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരിക്ക് പറ്റാതിരുന്നാൽ മതി. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു ട്രാൻസ്ഫർ സാഗയായിരുന്നു, ഇസാക്ക് ടു ലിവർപൂൾ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു എൻഡിങ്ങിലേക്ക് പോവാണ്. ബേസിക്കലി പറഞ്ഞാൽ മിക്കവാറും ഇസാക്ക് ലിവർപൂളിലേക്ക് വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ലെറ്റ്സ് സീ. ഒരു 10 ദിവസം കൂടി ഉണ്ട്. എല്ലാവർക്കും നമുക്ക് ഹോപ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഹോപ്പ്. 10 ദിവസം കൂടി ഉണ്ട്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ എന്തായാലും ഇസാക്ക് ലിവർപൂളിലേക്ക് വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ലെറ്റ്സ് സീ. ഒരു 10 ദിവസം കൂടി ഉണ്ട്. എല്ലാവർക്കും നമുക്ക് ഹോപ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഹോപ്പ്.
അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടാണ് ഉറക്കം, എല്ലാവരും ഈ വാർത്ത കണ്ടിട്ടായിരിക്കും ഉറക്കം ഉണർന്നിരിക്കല്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.